ബംഗാളിൽ നിന്ന് നുഴഞ്ഞുകയറ്റക്കാരുടെ പലായനം തുടങ്ങിയിരിക്കുന്നുവെന്ന സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരികയാണ്. ഇപ്പോഴിതാ ബംഗ്ലാദേശ് അതിർത്തിയിൽ വൻ ജനക്കൂട്ടം തടിച്ചുകൂടിയിരിക്കുന്നുവെന്ന റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിക്കുന്നത്. പശ്ചിമ ബംഗാൾ സർക്കാരിൻ്റെ ഡിറ്റക്ട് ഡിലീറ്റ് ഡിപ്പോർട്ടേഷൻ പോളിസി എന്നുള്ളൊരു പോളിസിയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്. പശ്ചിമ ബംഗാൾ സർക്കാർ, അതായത് BJP സർക്കാർ ആരംഭിച്ച ഡിറ്റക്ട് ഡിലീറ്റ് ആൻഡ് ഡിപ്പോർട്ടേഷൻ നയത്തിന് ശേഷം ഇപ്പോൾ ഒരു പ്രധാന ഭരണപരമായ നടപടി താഴെത്തട്ടിൽ ആരംഭിച്ചിരിക്കുകയാണ്. സർക്കാരിന്റെ കർശനമായ പ്രചാരണത്തെ ഭയന്ന് ബംഗ്ലാദേശ് അതിർത്തിയിലെ വിവിധ പ്രദേശങ്ങളിൽ അനധികൃതമായി താമസിക്കുന്ന ബംഗ്ലാദേശികളുടെ ഒരു വലിയ കൂട്ടം ഒത്തുകൂടാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് കാര്യം. നോർത്ത് 24, പെഗാസസ്, മാൾട്ട ജില്ലകളിൽ നിന്ന് പുറത്തു വന്ന ദൃശ്യങ്ങൾ തെളിയിക്കുന്നത് സർക്കാർ ഇപ്പോൾ രാഷ്ട്രീയ പ്രസ്താവനകൾ നടത്തുന്നതിന് പകരം കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. തിരികെ പോവാൻ അതിർത്തിയിൽ ലൈനുകൾ രൂപപ്പെട്ടു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ചൊവ്വാഴ്ച രാവിലെ നോർത്ത് 24 പർഗാനാസിലെ ബാസിർഹട്ട് പ്രദേശത്തെ ഹക്കീംപൂർ ചെക്ക് പോയിന്റിൽ 100-ലധികം ബംഗ്ലാദേശി പുരുഷന്മാരും സ്ത്രീകളും ഒത്തുകൂടി. അവരെല്ലാം അന്താരാഷ്ട്ര അതിർത്തി കടന്ന് സ്വന്തമായി ബംഗ്ലാദേശിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെന്നാണ് പറയുന്നത്. പോലീസ് പിടിക്കപ്പെടുമെന്ന് ഭയന്നും സർക്കാർ ആരംഭിച്ച ഹോൾഡിംഗ് സെന്ററുകൾ കാരണം ഈ അനധികൃത കുടിയേറ്റക്കാർ സ്വന്തമായി അതിർത്തിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. നുഴഞ്ഞുകയറ്റക്കാരെ പിടികൂടാൻ, കണ്ടെത്തുക, ഇല്ലാതാക്കുക, നാടുകടത്തുക എന്ന പുതിയ നയം മുഖ്യമന്ത്രി സുവേന്ദു അധികാരി പ്രഖ്യാപിച്ചതിനു ശേഷം അതിർത്തിയിൽ വമ്പൻ ജനക്കൂട്ടം തന്നെയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. പൗരത്വ ഭേദഗതി നിയമത്തിന്റെ പരിധിയിൽ വരാത്തവരെ നിയമവിരുദ്ധ നുഴഞ്ഞുകയറ്റക്കാരായി കണക്കാക്കുമെന്ന് മുതിർന്ന BSF ഉദ്യോഗസ്ഥരുമായുള്ള കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി വ്യക്തമാക്കി. പോലീസ് ഇത്തരക്കാരെ പിടികൂടി BSFന് കൈമാറും. ഇതിനായി സംശയിക്കുന്നവരെ കുറച്ചു കാലം ഇവിടെ പാർപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ ജില്ലകളിൽ തടങ്കൽ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടികളും സംസ്ഥാന സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. രാജ്യത്ത് അത്തരമൊരു തടങ്കൽ കേന്ദ്രം പ്രവർത്തനക്ഷമമാകുന്ന ആദ്യത്തെ ജില്ലയായി മാൾഡ മാറി എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.